സുഹൃത്തുക്കളെ നമസ്കാരം. ചാറ്റ് വിത്ത് കോച്ചിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു വിഷയമുണ്ട്. അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ മോശമായിട്ട് സംസാരിച്ചു, ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇടുന്നു, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതുവരെ കാണാത്ത ആളുകൾ പോലും ആ വീഡിയോ തേടി പിടിച്ച് കണ്ട് അദ്ദേഹത്തിൻ്റെ മെയിൽ ബോക്സിൽ പോയിട്ട് മോശമായിട്ട് സംസാരിക്കുന്നു. ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി നല്ലതാണോ ചീത്തയാണോ, നിങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അല്ല പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളതാണ്. സാഹചര്യം എങ്ങനെ വന്നാലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. കാരണം നമ്മൾ എങ്ങനെ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ സിറ്റുവേഷനോടോ ഒരു സാഹചര്യത്തോടോ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അതേ തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ്, അതേ തരത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് വരുന്നുണ്ടാവും, പോസിറ്റീവായാലും നെഗറ്റീവായാലും. ഇപ്പം മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, മോശമായിട്ട് കമൻ്റ് ഇടുന്ന വ്യക്തി, എന്തിനേയും നിശ്ചിതമായിട്ട് വിമർശിക്കുക, എന്തുകൊണ്ടായാലും കുറ്റവും പറയുക, തെറി വിളിക്കുക, ഈ രീതിയിൽ സംസാരിക്കും പെരുമാറുന്ന ആളുകൾക്ക് ഉറപ്പായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ചറിയാൻ പറ്റും. കാരണം അവരുടെ ഒന്നെങ്കിൽ ആരോഗ്യകരമായിട്ട് മേഖലകളിൽ അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വിഷമതകളോ അവർ കടന്നു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര സ്ട്രഗിളായിരിക്കും, എന്നും കടവും ബുദ്ധിമുട്ടും ഒന്നും ശരിയാവാത്ത പോകുന്ന ആയിരിക്കും, ഇല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടാവും, കരിയറിൽ ഇഷ്യൂസ് ഉണ്ടാവും, ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും, എവിടെയെങ്കിലും ആ ഒരു ഇംബാലൻസ് ഉണ്ടാവും. ആ ഇംബാലൻസ് ഉള്ളിൽ കിടന്ന് മൂത്താണ് ഈ ഫ്രസ്ട്രേഷൻസും ഈ തെറിവിളിയും അല്ലെങ്കിൽ മോശമായിട്ടുള്ള സംസാരവും കമൻറ്റും എല്ലാം വരുന്ന ഈ ഫ്രസ്ട്രേഷൻ കാരണം. അല്ലാത്ത ആൾക്കാർ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ശരിയല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്നുണ്ടാവും, കമൻറ്റ് വരുന്നുണ്ടാവും, അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കാനായിട്ട്. അതെല്ലാം നമ്മൾ ഉടക്കിടക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ പുറത്തോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തൊരു സംഭവം വന്നാലും ആ സംഭവത്തെ 3 രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. എസ്പെഷ്യലി ഈ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ ഞാൻ 2019 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. 2019 ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സെയിൽസ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ജോലിയിൽ ഞാൻ ഒരുപാട് ട്രെയിനിങ്സിനൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്ലബിലൊക്കെ ഞാൻ അംഗവും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം കാണാൻ പോകുമ്പോൾ, എസ്പെഷ്യലി ആ കോഴിക്കോട് നടന്ന സംഭവത്തിൽ നമുക്ക് 3 രീതിയിൽ അതിനെ നമുക്ക് കാണാം, 3 രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ഒന്നാമത്തെ റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം, ബാക്കി എന്ത് സംസാരിച്ചോട്ടെ നമുക്കതൊക്കെ വിട്ടേക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിരുന്നായിക്കോട്ടെ, ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും മോശ സ്വഭാവമുള്ള ഒരുപാട് പേരെ നമ്മൾ ആദരിക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ അവരെ റോൾ മോഡലാക്കി മാറ്റുന്നില്ലേ, അവർ പറഞ്ഞ കേൾക്കുന്നില്ലേ, വീണ്ടും അവരെ സിനിമ കാണുന്നില്ലേ, വീണ്ടും അവരെ നമ്മൾ വോട്ട് ചെയ്യുന്നില്ലേ, നമ്മളൊക്കെ മറക്കുന്നുണ്ട് അല്ലേ? കാരണം അത് നമ്മുടെ ആളാണ്, നമ്മുടെ മന്ത്രിയല്ലേ, നമ്മുടെ MLA അല്ലേ, നമ്മുടെ സിനിമാ നടനല്ലേ, ആരും ആയിക്കോട്ടെ, നമ്മൾ മറക്കുന്ന പൊറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടത്, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റ് മാത്രം എടുക്കാം. ആ കണ്ടൻറ്റ് എനിക്ക് എന്തൊരു ഗുണം കിട്ടുമോ, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, അത് മാത്രം എടുത്ത് നിങ്ങൾക്ക് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം. നമ്പർ 1. നമ്പർ 2 റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇഗ്നോർ ഹിം കംപ്ലീറ്റ്ലി. ആ വ്യക്തി അതിനങ്ങോട്ട് കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യാം. അദ്ദേഹത്തിന് ട്രെയിനിങ് ഉണ്ട്, അദ്ദേഹത്തിന് വീഡിയോ യൂട്യൂബിൽ കാണുന്നു, അപ്പോൾ തന്നെ സ്ക്രോൾ ചെയ്ത് എനിക്ക് കാണണ്ട, അദ്ദേഹത്തെ മാറ്റിയേക്കാം. ഇല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, ഞാൻ എടുക്കുന്നില്ല, എനിക്ക് കാണണ്ട, എനിക്കിഷ്ടമല്ല അയാളെ. ഇല്ലെങ്കിൽ കോഴിക്കോട് തന്നെ ഇഷ്യൂലായിക്കോട്ടെ, ഇനി അടുത്ത് സംസാരിക്കുമ്പോൾ അത് ഇന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് കാണണ്ട, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് അറിയാം, അയാൾ ഉപയോഗിക്കുന്ന ഭാഷ എനിക്കിഷ്ടമല്ല, നമുക്ക് മാറി ഒരു മണിക്കൂർ 2 മണിക്കൂർ മാറി പുറത്ത് വേറെ എന്ത് ചായ കുടിക്കാൻ പോകും, വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. നമുക്ക് അയാളെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യാം. മൂന്നാമത്തെ റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത് ആ സാധനത്തിൻ്റെ പത്തിട്ടിൽ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാം, മോശമായിട്ട് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ഒന്ന്, ആ വ്യക്തി പറയുന്ന ഭാഷ അല്ലെങ്കിൽ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് എന്താണ് അതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം, കണ്ടൻറ്റ് മാത്രം എടുക്കാം. 2, അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാം, കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട. 3, കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, അയാൾ ഉപയോഗിക്കുന്ന ഭാഷയെ തന്നെ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതിൽ 3ാമത്തെ സാധനമാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ശരിയല്ല ഞാനീ പറഞ്ഞത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം മോശം ഭാഷ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കും, വാട്ടവർ എന്തും ആയിക്കോട്ടെ, അത് ചിലപ്പോൾ സ്ട്രാറ്റജി ആയിരിക്കും. പല ആൾക്കാർ പല രീതിയിലാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന്, പോസിറ്റീവായിട്ട് മാർക്കറ്റ് സ്ട്രാറ്റജി, വാട്ടവർ എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ആ കാണുന്ന രീതിയിൽ മാത്രം എടുക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഭയങ്കര മാറ്റം സംഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ജീവിതത്തിൽ മാറ്റം വരണം, വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ റെസ്പോൺസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ഭാഷാപ്രയോഗം ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആവശ്യമുള്ള സാധനം ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല സാധനം, എന്തിനേയും പോസിറ്റീവ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെല്ലാം നല്ല ഭംഗിയിൽ നടന്നു പോകുന്നുണ്ടാവും.
അപ്പോൾ ഇന്ന് മുതൽ എന്ത് ഇഷ്യൂ വന്നാലും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം വന്നാലോ നെഗറ്റീവായിട്ട് കാര്യം വന്നാലോ അതൊന്ന് പാഠം മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ നൽകാൻ, അതായത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഞാനാണ്, അതിങ്ങനെ തിരുത്താത്തതുകൊണ്ടല്ലേ സംഭവിച്ചത്, ഞാൻ ചെയ്യാത്തതുകൊണ്ടല്ലേ സംഭവിച്ചത്. ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് കോൾ താളെ ചീത്ത വിളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ മ്യൂട്ടാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു, അതെൻ്റെ കുഴപ്പം കൊണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെല്ലാം, അല്ലെങ്കിൽ ആ വീഡിയോ കാണേണ്ട വന്ന കാരണം, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ കാരണക്കാരനൊക്കെ ഞാൻ തന്നെയാണ്. ഈ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നെഗറ്റീവ്സിനെ ഒന്ന് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം നമ്മൾ ഓരോ ദിവസവും വിജയിച്ച് മാറുന്നുണ്ട്. അപ്പോൾ ഞാനീ പറയുന്ന വീഡിയോ ഒന്ന് ഇരുത്തി മനസ്സിലാക്കി നോക്കുക. ശരിയല്ലേ എന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരിയല്ല എന്നുണ്ടെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ, മോശം കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, വീഡിയോ കാണാം. ബൈ.